നമസ്കാരം കൂട്ടുകാരെ. നമുക്കിന്ന് ഒരു ഷായി പനീർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇതേ കണ്ടല്ലോ, ഒരു 5-6 ചെറിയ ഉള്ളികൾ എടുത്തിട്ടുണ്ട് ഞാൻ. സവോള എടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കുറച്ച് നമ്മുടെ കൊറിയൻഡർ ലീഫ്, ഇഞ്ചി, പച്ചമുളക്. നമുക്ക് ഉള്ളി നമുക്കൊന്ന് നമുക്ക് അരിയാം. പക്ഷേ ഇതിൻ്റെ ഉള്ളി അരിയുന്നൊന്ന് നോക്കണേ, ശ്രദ്ധിക്കണം കേട്ടോ. ഞാനതിൽ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതാ ചെറുതാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ നമ്മൾ മസാലകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിടണം. അതിട്ടില്ല, അതിൻ്റെ ഇത് മാറി. അതിപ്പോൾ ഏത് കറികളാണെങ്കിലും, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റൈലിൽ ആ കറി നമുക്ക് വരണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പല സാധനങ്ങളും നമ്മൾ ഈ മസാലകളൊക്കെ ഇടുമ്പോഴേ നമ്മൾ ഈ ലോങ്ങും ഈ പറയുന്ന കറുവപ്പട്ടയും സാധനമൊക്കെ, കറുവപ്പട്ട കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുവ വരും. അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത് എന്താണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എരിവ് വളരെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ ചതച്ചെടുക്കണം. ഓക്കെ, അരിയല്ല, ചതച്ചെടുക്കണം. കൊറിയൻഡർ പൗഡർ നമ്മൾ ഒന്ന് കുറച്ച് വേണം ക്വാണ്ടിറ്റി. വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതി ഇതിനകത്ത്. പിന്നെ നമ്മളൊരു കടായി വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പനീർ കുറച്ചെടുത്തിട്ട്, ഞാനൊരു 400 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രൈ ചെയ്യാതെ ഇടുന്നവരും ഉണ്ട്. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആകാൻ കരിപ്പിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല ചൂടായ എണ്ണയ്ക്കകത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നല്ലതായിട്ട് വേകും. ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതിന്. പൊതുവേ നമ്മൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം വളരെ റെയറായിട്ടാണ്. പനീർ കറി വീടുകളിലൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഒക്കെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം ഞാനൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം ഞാൻ ഡൽഹിയിലൊക്കെ വന്നിട്ട് വർഷങ്ങളായി. ഒത്തിരി വർഷങ്ങളായി ഞാനൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു 25 വർഷത്തിൽ കൂടുതലായി ഞാൻ ഡൽഹിയിലൊക്കെ വന്നിട്ട്. വളരെ ചെറിയ പ്രായത്തിൽ ഞാനൊക്കെ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് പോലും അന്നാണ് ഞാൻ ഈ പനീരൊക്കെ വളരെ ഉപയോഗിക്കാനൊക്കെ, കാണാനും അല്ലെങ്കിൽ കടകളിലൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പനീറിൻ്റെ ഒരു കാരണവശാലും നമുക്ക് വളരെ റെയറായിട്ട് അവൈലബിലിറ്റി ഉള്ളൊരു സാധനമാണ് ഈ പനീർ. ഇപ്പോൾ ഈ ഷായി പനീർ എന്നൊക്കെ പറഞ്ഞാൽ പോലും നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നോട്ട് അവൈലബിൾ. അത് നമ്മൾ വറുത്ത് കോരി അതിനകത്ത് നമ്മൾ പട്ടയും ഇതും എല്ലാം കൂടെ ഇടുന്നു. അതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഇടുന്നു. ഉള്ളിയും ടൊമാറ്ററും കൂടെ നമ്മുടെ തക്കാളി കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. രണ്ടും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വഴറ്റിയെടുക്കാനിത് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതിനകത്ത് നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ടത് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ അത് ഇതാവും. നല്ലതായിട്ട് ആഡ് ചെയ്യുന്നു. നല്ലതായിട്ട് വഴറ്റിയെടുക്കുന്നു. ഒന്ന് വഴറ്റിയതിന് ശേഷം, കുറച്ചും കൂടെ ആയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറുള്ളത്. നേരത്തെ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം.
നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട്, നല്ലതായിട്ട് വരുന്നുണ്ട്. അല്പം ഉപ്പ് ഇടാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചത് അതും കൂടെ നട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ചെയ്യാം. നമ്മളത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്മെല്ല് വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നത്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വഴണ്ടി വരുന്നുണ്ട്. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇടേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എരിവ് വളരെ ബാലൻസിങ് ആയിട്ട് നിൽക്കണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ആ പച്ച മണമൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നല്ലതായിട്ട് നമുക്കതിൻ്റെ നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുത്ത് ഞാൻ ഇതിനകത്ത് മസാല നമ്മളിട്ട് ഷാഹി പനീർ മസാല ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഷാഹി പനീർ മസാല. അത് ഞാൻ MTH എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാണ് അത് ഷാഹി പനീർ. അതിന് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പല മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ഉണ്ട്, ബട്ട് ഞാൻ അതാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് മണമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് മണം വരുന്നുണ്ട്. ഞാനിത് പറയുന്നതോടുകൂടെ ഞാൻ നിങ്ങൾക്കൊരു ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാന കാര്യം, നമ്മളിതിനകത്ത് ഈ ലോങ്ങും ഏലക്കയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പട്ടയൊക്കെ. ഈ സാധനങ്ങൾ ഒരു കാരണവശാലും ഇതിപ്പോൾ നമ്മളൊരു മിക്സിയിൽ വെച്ചിട്ട് നമ്മളിത് ജാറിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ജീരകം കൂടെ ഇടണം കേട്ടോ. ഞാൻ ജീരകം ആഡ് ചെയ്യണം. അപ്പം ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിത് മിക്സിയിൽ വെച്ചിട്ട് നമ്മളൊരു ജാറിൽ വെച്ചിട്ട് അടിച്ചെടുക്കുമ്പം ഇതിൻ്റെ ഭയങ്കരമായിട്ടൊരു കുത്ത് വരും ഈ ഷാഹി പനീർ മസാലയ്ക്കകത്ത്. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നമുക്ക്. അപ്പോൾ ഒരു കാരണവശാലും തന്നെ അങ്ങനെ ഞാനൊരു മിക്സിക്കകത്ത് ഇതെല്ലാം കൂടെ നടന്നു. അതിന് മുന്നേ ഞാനിതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏലക്കയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തു രണ്ടാമത്. ഇതുപോലെ നല്ലതായിട്ട് അരഞ്ഞു. കടായിൽ രണ്ടാമത് ഇട്ടു. ഇനി നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണം. വെള്ളം ഒഴിക്കണം. നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഇതിൻ്റെ കളറ് കണ്ടില്ലേ?
ഇതിൻ്റെ കളർ ഇളം മഞ്ഞ കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ അത് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഇപ്പം ചെയ്യാനുള്ളത്. ഇതാണ്, അത് ആഡ് ചെയ്തു. കൂടിയിട്ട് നല്ലതായിട്ട് അതൊന്ന് ചൂടായി വരണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന മസാലയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പട്ടയും സാധനങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് രണ്ടാമത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മണം കിട്ടും. ഇപ്പോൾ ഓൾറെഡി നമുക്കതിനകത്ത് നല്ല ഇതായിട്ട് ഫീൽ ചെയ്താണ്. ഇനി നമുക്ക് പനീറിടാം. പനീർ നമുക്ക് ആഡ് ചെയ്തിട്ട് വളരെ നല്ലതായിട്ടുള്ള നല്ല മണം. നിങ്ങളിത് ചെയ്ത് നോക്കൂ, ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കളറൊക്കെ നോക്കിക്കോളൂ. അതായത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിൻ്റെ അതായത് അതിൻ്റെയൊക്കെ സെയിം കളറായിട്ട് സെയിം സാധനമായിട്ട് ഇത് നമുക്ക് തോന്നും. അതിൻ്റെ ടേസ്റ്റ് അതിനേക്കാളും കൂടുതൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ അധികം വീഡിയോസൊന്നുമില്ല, പുതിയ ചാനലാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് കൊറിയൻഡർ പൗഡർ ലീഫ് കുറച്ചിട്ടുണ്ട്, മല്ലിയില മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് മാറി, അതായത് അതിൻ്റെ നല്ലതായിട്ടൊരു സ്മെല്ല് ഇപ്പം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റായി, നല്ലൊരു നല്ല സ്മെല്ല്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണം. കുട്ടികൾക്ക് എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് ചെയ്തു നോക്കണം ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു.